ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവനായ ഒരു കവിയുണ്ടായിരുന്നു, ദില്ലൂറാം. അദ്ദേഹം എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഒരുപാട് തവണ എഴുതിയപ്പോഴേക്ക് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ചോദിച്ചു, എടോ നീ ഒരു ഹിന്ദു അല്ലയോ, എന്തിനാണ് മുഹമ്മദ് നബിയുടെ പ്രകീർത്തനം ഇങ്ങനെ എഴുതുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, മേ ഹിന്ദു ഭീ തലബ്ഗാറേ മുഹമ്മദ് ഭീ ഹേ, ഞാൻ ഹിന്ദുവാണ്, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നയാളാണ് എന്നെഴുതിയിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, റഹ്മത്തുൽ ലിൽ ആലമീൻ കേ ഹശ്ർ മേ മാനാ ഖുലേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം എനിക്ക് വെളിവാകും. എന്നെയും പിടിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ദില്ലൂറാം എഴുതി. മുझे भी ले जाएंगे, എന്നെയും പിടിച്ചു കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വഴി എഴുതിയ ദില്ലൂറാം കൗസരി എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ എഴുതി. അവസാനം രോഗശയ്യയിൽ കിടക്കുമ്പോൾ ബന്ധുക്കളെല്ലാം അടുത്തുണ്ട്. പക്ഷേ ദില്ലൂറാം എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ പെട്ടെന്നൊരു വെളിച്ചം അനുഭവപ്പെടുകയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ്? രോഗശയ്യയിൽ കിടന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നീ ഏറ്റവും കൂടുതൽ മദ്ഹ് ചൊല്ലിയ മുഹമ്മദ് നബിയാണ് ഞാൻ. നീ പറഞ്ഞില്ലേ എന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന്. കൊണ്ടുപോകണമെങ്കിൽ കലിമ ചൊല്ലിയെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. രോഗശയ്യയിൽ കിടക്കുന്ന ദില്ലൂറാമിനോട് കലിമ ചൊല്ലാൻ അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് വെളിപാട് വരുന്നു. ഉടനെ അദ്ദേഹം കലിമ ചൊല്ലിയത്രേ. കലിമ ചൊല്ലിക്കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എനിക്കൊരു പേരുകൂടി തങ്ങൾ വെച്ചു തരണം. അങ്ങനെ വെച്ചുകൊടുത്ത പേരാണ് കൗസർ അലി കൗസരി എന്ന്. അങ്ങനെയാണ് ദില്ലൂറാം എന്ന് പറയുന്നയാൾ ദില്ലൂറാം കൗസരിയായി അറിയപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതകാലം മുഴുവൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നിട്ട് കൂടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈയൊഴിച്ചില്ല. ഇത് പറയുമ്പോൾ അത്ഭുതമൊന്നും വേണ്ട. തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞ് ഖുർആൻ ആക്ഷേപിച്ച അബൂലഹബ് ഉണ്ടല്ലോ, എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിൻ്റെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് വന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിൻ്റെ പേരിലാണ്. അന്ന് അയാൾക്കറിയില്ല ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. പക്ഷേ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സന്തോഷ വാർത്ത കേട്ടപ്പോഴേക്ക് മോചിപ്പിച്ചു കളഞ്ഞു അടിമേ. അതിൻ്റെ പേരിൽ ഇപ്പോഴും അബൂലഹബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയിൽ നിന്നൊരു ലഘൂകരണം നൽകുന്നുണ്ടെന്ന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ബിഇതാഖതി സുവൈബ, അബൂലഹബ് പറയുകയാണ്, അഥവാ മരണാനന്തരം മഹാന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവരോട് പറയുകയാണ്, എല്ലാ തിങ്കളാഴ്ചയും എനിക്കവിടുന്ന് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. കാരണം നിസ്കരിച്ചതിൻ്റെ പേരിലല്ല, നോമ്പെടുത്തതിൻ്റെ പേരിലല്ല. ബിഇതാഖതി സുവൈബ, സുവൈബത്തുൽ അസ്ലമിയ
എന്ന പെണ്ണിനെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ, അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ എല്ലാവർക്കും കരുണയുടെ അരുണസ്പർശങ്ങളെ മാത്രം കൈമാറ്റം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ട് 5 നേരവും നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, ഞങ്ങളെ നേർമാർഗത്തിൽ നീ വഴി നടത്തേണമേന്ന് ദുആ ചെയ്യുന്നു. ആ സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഖാലി അയ്യാദ് തങ്ങൾ അവിടുത്തെ അശ്ശിഫായിൽ രേഖപ്പെടുത്തുന്നു. ഫഖാല അബുൽ ആലിയ വൽ ഹസനുൽ ബസരി, അബുൽ ആലിയയും ഹസനുൽ ബസരിയും പറഞ്ഞു, അസ്സിറാത്തുൽ മുസ്തഖീം ഹുവ റസൂലുള്ളാഹ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞങ്ങളെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേർത്ത് തരണേ എന്നാ പറയുന്നതിൻ്റെ ഒരു സാരം. മാത്രമല്ല, അവിടുത്തെ സാഹിബാനിയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെയുമാണ് എന്ന മഹാന്മാരായ ആളുകൾ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, വിശ്വാസികളെ, എൻ്റെയും നിങ്ങളുടെയും ജീവന്റെ എല്ലാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കുമ്പോഴല്ലാതെ നമ്മുടെ ഈമാൻ സമ്പൂർണമല്ല. കേവലം എന്തെങ്കിലും കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ട് പോകാനല്ല ഈ പ്രഭാഷണം. റസൂലുള്ളാഹിനെ അറിയാനും അടുക്കാനും അനുരാഗപൂർവ്വം ആലിംഗനം ചെയ്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുടിയിരുത്താനുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബറിഞ്ഞ് പ്രണയിക്കണം. പ്രണയത്തിൻ്റെയും പ്രേമസല്ലാപങ്ങളുടെയും എല്ലാ തലങ്ങളെയും കൊണ്ട് ഹബീബിനെ ആലിംഗനം ചെയ്യാൻ കഴിഞ്ഞാൽ, അറിയുമോ, ഇനി ഒന്നുകൂടി ഞാൻ ഭൂമിയോട് ചോദിക്കാൻ പോവുകയാണ്, റസൂലുള്ളാഹിനെ അറിയുമോ? അതോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിക്കോളാം. ഈ ഭൂമിയോടൊന്നുകൂടി ചോദിക്കാം, റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. എവിടെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ തിരുമേനി മദീനയിലെ മണൽപ്പരപ്പിലെ ഗുംബദെ ഹസ്റാഇന്റെ കീഴിൽ കിടന്നുറങ്ങുകയാണ്. എന്നെയും നിങ്ങളെയും അറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ആ ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിന് ആയിരക്കണക്കിന് പ്രമാണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, കേവലം ഒരു വാദമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിക്കുകയാണ്. മൻ സാറനി ബഅദ വഫാതി കഅന്നമാ സാറനി ഫീ ഹയാതി. ആരെങ്കിലും ഞാൻ വഫാത്തായ ശേഷം എൻ്റെ അടുക്കലേക്ക് വന്നാൽ ജീവിതകാലത്ത് എൻ്റെ അടുത്ത് വരുന്നതിന് സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരമെടുക്കാൻ അവിടുത്തെയുടെ ഖബർ പൊളിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ തുറന്നിട്ട് അവിടുത്തെ ശരീരമെടുക്കാൻ യൂറോപ്പുമല്ലാത്തവരുമായി 7 തവണ അവർ ശ്രമം നടത്തി. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൈസ്തവ സഹോദരങ്ങൾക്കും ജൂതന്മാർക്കും അറിയാൻ നബിതങ്ങൾക്കൊരു പൊടി പോലും പറ്റാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ കുഴിക്കാൻ തയ്യാറായത്.
ഖബർ പൊളിക്കാൻ തയ്യാറായത്, അവരതിനു വേണ്ടി ഒരുങ്ങിയത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനി ഖബറു ശരീഫിന്റെ അകത്തളത്തിൽ നിന്നെടുക്കാൻ ഒരു പ്രാവശ്യം ശ്രമം നടത്തി ഈജിപ്തിലെ ഒരു ഭരണാധികാരി. അങ്ങനെ അയാൾ പറഞ്ഞയച്ചയാൾ മദീനയിൽ വന്ന് ഖബർ തുറക്കാൻ നോക്കിയപ്പോഴേക്ക് മദീനക്കാരായ ആളുകൾ അയാൾക്ക് വേണ്ടി ഖബർ കുഴിച്ചു. അപ്പൊ തന്നെ അയാളെ അങ്ങ് റെഡിയാക്കി കളഞ്ഞു. ഞാൻ അതിൻ്റെ ഒക്കെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. താരീഖുൽ മസ്ജിദ് നബവി ശരീഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ തുറക്കാൻ വേണ്ടി വന്നു. അബുൽ ഫുതൂഹ് എന്ന് പറയുന്നയാളാണ് വന്നത്. പക്ഷേ അയാൾക്ക് ഖബർ തുറക്കാൻ കഴിഞ്ഞില്ല. അൽ ഹാക്കിമു ബി അംരില്ലാ എന്ന് പറയുന്ന ഭരണാധികാരി രണ്ടാമതും റസൂലുള്ളാഹിന്റെ ഖബർ തുറക്കാൻ ആളയച്ചു. എന്നിട്ട് അയാൾ ഖബർ ശരീഫിന്റെ അടുക്കലിരുന്ന് വഹഫറ തഹ്തൽ അർളി ലിയസില ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അയാൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഭാഗത്ത് പോയി മെല്ലെ ആരും അറിയാതെ കുത്തി കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫറഔ അൻവാറാ, അതാ പ്രകാശമടിച്ചു വീശാൻ തുടങ്ങി. അപ്പോഴതാ ഒരാൾ വിളിച്ചു പറയുന്നു, സായിഹുൻ യഖൂലു അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ ഖബർ ഇതാ കുഴിക്കാൻ പോകുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോ എന്നൊരു അശരീരി കേട്ടു. അപ്പോഴേക്ക് ജനങ്ങളെല്ലാം അങ്ങോട്ട് ചെന്ന് അയാളെ കൈകാര്യം ചെയ്ത് കളഞ്ഞു. ഫഖതലൂഹും, അവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ കൊന്നു. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ തുറക്കാനുള്ള ഗൂഢാലോചന ഹിജ്റ 557 രണ്ട് നസാറാക്കളായ ക്രൈസ്തവരായ ആളുകൾ തീരുമാനിച്ചു റസൂലുള്ളാഹിന്റെ ഖബർ തുറക്കാൻ. അങ്ങനെയതാ വലിയ കാലേ കൂട്ടി പദ്ധതിയുണ്ടാക്കി നല്ല മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ച് മദീനയിൽ വന്ന് അവിടെ വന്നിട്ടവര് രാത്രി മുഴുവനും ഇബാദത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഖൈമയുണ്ടാക്കിയിട്ട് ആ ഖൈമയിൽ അവർ കഴിഞ്ഞുകൂടി. ഖൈമയിൽ കഴിഞ്ഞുകൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി മുഴുവനും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ തുരന്നു. വെളുപ്പാൻ കാലത്തെ തഹജ്ജുദിന്റെ സമയമാകുമ്പോ അന്ന് രാത്രി കുഴിച്ച മണ്ണ് മുഴുവൻ ഒരു സഞ്ചിയിലാക്കിയിട്ട് അവര് തഹജ്ജുദിന്റെ സമയത്ത് ജന്നത്തുൽ ബഖീഅ പോയി സിയാറത്ത് ചെയ്യും. സിയാറത്ത് ചെയ്തിട്ട് സഞ്ചിയൊക്കെ തട്ടിക്കുടഞ്ഞ് അരയിൽ വെച്ചിട്ട് പള്ളിയിൽ സുബഹിക്ക് മുമ്പ് തന്നെ എത്തും. സുബഹി നിസ്കാരത്തിന് കുറെ കാലമായപ്പോ മദീനക്കാർക്ക് മുഴുവനും വലിയ സന്തോഷം. എത്ര നല്ല ചെറുപ്പക്കാരാണ്! എന്നും തഹജ്ജുദ് നിസ്കാരത്തിന്റെ മുമ്പ് ജന്നത്തുൽ ബഖീഅ സിയാറത്ത് ചെയ്യുന്നു. തഹജ്ജുദിന്റെ സമയത്ത് മദീനത്തെ പള്ളിയിൽ വരുന്നു. ആരുടെയും ഒരൗദാര്യവും പറ്റുന്നില്ല. കഴിയുമ്പോഴൊക്കെ ജനങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നു. ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെന്ന പ്രതീതിയാണ് ജനങ്ങളുടെ ഇടയിൽ മുഴുവനുമുള്ളത്. അവര് ജന്നത്തുൽ ബഖീഅയിൽ സിയാറത്തിന് പോകുന്നത് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനല്ല, കുഴിച്ച മണ്ണ് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീഅയിലിട്ടാൽ അത് ഖബർസ്ഥാനായതുകൊണ്ട് ആളുകൾ അറിയില്ല. അങ്ങനെയുള്ള ഗൂഢാലോചനയിൽ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ഭരണാധികാരിയായ നൂറുദ്ദീൻ സിംഗി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് രാത്രി വരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഖബർ ഇതാ കുഴിച്ചെടുക്കാൻ അടുത്തിരിക്കുന്നു, വേണ്ടത് ചെയ്തോ. ഉടനെ മദീനയിലെ ഗവർണർക്ക് ഓർഡർ ഇട്ടു മദീനയൊന്ന് പരിശോധിക്കാൻ. മദീന ഗവർണർ പറഞ്ഞു, ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല,
തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഔറാദുകൾ പതിവാക്കുന്നയാളായിരുന്നു നൂറുദ്ദീൻ സിംഗി എന്ന ഭരണാധികാരി. ചരിത്രത്തിൽ കാണാം. അദ്ദേഹം അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിതാ കുഴിച്ച് എന്റെ ഖബറിന്റെ അടുക്കലേക്ക് എത്താൻ അടുത്തിരിക്കുന്നു. അപ്പോഴേക്ക് മദീന ഗവർണറും സ്വപ്നത്തിൽ കണ്ടതായി സയ്യിദ് സുമൂദിയുടെ നിവേദനത്തിൽ കാണാം. അവസാനം ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആളുകൾ ആരാണെന്നറിയാൻ അവരുടെ മുഖം റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഭരണാധികാരിക്ക് ഈ രണ്ടെണ്ണമാണ് എൻ്റെ ഖബർ കുഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ ഭരണാധികാരി ഇവരെ കണ്ടുപിടിക്കാൻ എന്താണ് ഉപാധി എന്ന് ആലോചിക്കുമ്പോ മദീനയിലേക്ക് വന്നിട്ട് മദീന നിവാസികൾക്ക് മുഴുവനും രാജാവിൻ്റെ വക സമ്മാനം പ്രഖ്യാപിച്ചു. എല്ലാവരും വന്ന് നേരിട്ട് വാങ്ങിക്കൊള്ളണം. മദീനക്കാരും മദീന നിവാസികളും മുഴുവനും വന്ന് സമ്മാനം വാങ്ങിപ്പോയി. പപ്പ രാജാവ് നോക്കുന്നത് സമ്മാനം കൊടുക്കുന്ന ആളുടെ മുഖത്തേക്കാണ്. നബിതങ്ങൾ കാണിച്ച മുഖം ഏതാണെന്നറിയാനാണ്. മദീനക്കാര് മുഴുവനും രാജാവിൻ്റെ ഉപഹാരം വാങ്ങിപ്പോയിട്ടും റസൂലുള്ളാഹി തങ്ങൾ കാണിച്ച മുഖങ്ങൾ കാണുന്നില്ല. അവസാനം ഗവർണറോട് ചോദിച്ചു, ഇനി ഇവിടെ നമ്മളുടെ ഉപഹാരം വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? മദീനക്കാരായ എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു. ഇനി വിദേശികളായ രണ്ടുപേരുണ്ട്. അവര് നല്ല സ്വാലിഹീങ്ങളാണ്, നല്ല ആബിദീങ്ങളാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ വരുന്നവരാണ്, നല്ല മട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ സംശയിക്കേണ്ടതില്ല. അപ്പൊ നൂറുദ്ദീൻ സിംഗി പറഞ്ഞു, അവരും വരട്ടെ. അങ്ങനെ മുമ്പിലേക്ക് വന്നപ്പോഴാണ് ഹുമാ ഹുമാ, ഇവരെ രണ്ടുപേരെയും തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നത് കേട്ടോ. അവരെ പിടിച്ചു വെച്ച് പരിശോധിക്കുമ്പോഴോ അവരെ താമസിക്കുന്ന ഹൈമയുടെ ഉള്ളിൽ വിരിച്ചിരിക്കുന്ന പായുടെ അടിയിലൂടെ തുരങ്കമുണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഇനി കുറച്ചു ദൂരമേ എത്താനുള്ളൂ. രാത്രി മുഴുവനും തൊരപ്പന്റെ പണിയാണ് അവർ നടത്തുന്നത്. ആ മണ്ണാണ് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ വിതറുന്നത്. രണ്ടുപേരെയും പരസ്യമായി കൊല ചെയ്ത് കളഞ്ഞു, വധിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ 4 ചുറ്റും വെള്ളം കാണുന്ന അത്രയും ആഴത്തിൽ കുഴിച്ചിട്ട് ലഡ് കൊണ്ട് മതിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ലോഹമൊരുക്കി ഒഴിച്ചിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ആരും തുരക്കാൻ വരാതിരിക്കാൻ. എന്നിട്ടും അവരവസാനിപ്പിച്ചില്ല ഈ പണി. വീണ്ടും സ്വഹാബത്തിന്റെ ഖബർ പൊളിക്കാൻ അവര് തീരുമാനിച്ചു. റസൂലുള്ളാഹിന്റെ കിട്ടിയില്ലെങ്കിൽ ഇനിയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഈ ശരീരം എടുക്കാൻ അവരൊരുങ്ങി. അപ്പ ചുറ്റുന്ന് തുളച്ചു വന്നാൽ ഇവിടെ വേലിയുണ്ടല്ലോ, ലോഹത്തിന്റെ വേലി, അത് പൊളിക്കാൻ പറ്റൂലല്ലോ. ഇനി എന്തു ചെയ്യും? അങ്ങനെയാണ് അവരാലോചിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് കൈമടക്ക് കൊടുത്ത് അലപ്പോയിലെ ക്രിസ്ത്യാനികളായ ആളുകൾ മദീനയുടെ ഗവർണർക്ക് കൈമണി കൊടുത്തിട്ട് ഒരു രാത്രി മദീന പള്ളിയുടെ അകത്ത് കിടന്നിട്ട് ഖബർ പൊളിക്കാൻ അവര് തീരുമാനിച്ചു. ഏതായാലും പള്ളിയിലെ ഖാദിമിനെ ഗവർണർ വിളിച്ചിട്ട് പറഞ്ഞു,
ഇന്നു രാത്രി അവിടേക്ക് കുറച്ചാളുകൾ വരും, അവർക്ക് വേണ്ടി കതക് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. സവാബ് എന്ന് പറയുന്നയാളോട് പറഞ്ഞു, യാ സവാബ് യദുഖു അലൈക ലൈലത അഖവാമുൽ മസ്ജിദ് ഫഫ്തഹ് ലഹും വമക്കിൻഹും മിമ്മാ അറാദു വലാ തുആരിളുഹും വലാ തഅ്തരിള് അലൈഹിം. ഇതിപ്പോഴും മദീനയിൽ വാങ്ങാൻ കിട്ടുന്ന കിതാബാണ്. താരീഖുൽ മസ്ജിദിൻ നബവി ശരീഫ് എന്ന ഗ്രന്ഥമാണ്. 15 റിയാലിന് എല്ലാ ഷോപ്പിലും കിട്ടുന്ന കിതാബാണ്. അതാ അതിൽ തന്നെ കാണാം മഹാന്മാരായ സ്വഹാബികളുടെ ശരീരമെടുക്കാൻ വേണ്ടി അവർ തയ്യാറായി. അപ്പൊ രാജാവിന് പണം കൊടുത്തപ്പോ ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരിയാണെങ്കിലും പണത്തിൽ മയങ്ങിപ്പോയി. മദീന പള്ളിയിലെ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സവാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിളിച്ചിട്ട് പറഞ്ഞു, യദുഖു അലൈകൽ ലൈല, ഇന്നു രാത്രി വാതില് മുട്ടും അഖ്വാമുൽ മസ്ജിദി, പള്ളിയുടെ കുറച്ച് ആൾക്കാര്, ഫഫ്തഹ് ലഹും, അവർക്ക് കതക് തുറന്നു കൊടുക്കണേ, വമക്കിൻഹും മിമ്മാ അറാദു, അവരുദ്ദേശിക്കുന്ന കാര്യത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം, അവരെ എതിർക്കാനോ തടുക്കാനോ ചെല്ലല്ലേ. പാതിരാത്രിയായി, എല്ലാ മദീന നിവാസികളും കിടന്നുറങ്ങുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞതല്ലേ, പള്ളിയിലെ സേവകൻ എന്തു ചെയ്യാൻ പറ്റും? ദുസ്സൂചനയാണെന്ന് മനസ്സിലാക്കിയ സവാബ് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്ന് പൊട്ടിക്കരഞ്ഞു, നബിയേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ നിസ്സഹായനാണ് നബിയേ എന്ന് പറഞ്ഞ് രാത്രി പള്ളിയിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് വാതിൽക്കൽ മുട്ട് കേൾക്കുന്നു. അതാ രേഖപ്പെടുത്തുന്നതായി കാണാം. ഞാൻ പള്ളിയുടെ കതക് അവിടുന്ന് തുറന്നു കൊടുത്തു. ഫഫതഹ്തുൽ ബാബ, ഞാൻ പള്ളിയുടെ വാതിൽ തുറന്നു കൊടുത്തു. ഫദഖല 40 റജുലൻ അഉദ്ദുഹും വാഹിദൻ ബിവാഹിദിൻ വാഹിദൻ ബഅദ വാഹിദിൻ. ഞാൻ ഇങ്ങനെ കതക് തുറന്നു കൊടുത്തപ്പോൾ 40 പേര് പള്ളിയുടെ അകത്തേക്ക് കടന്നു വന്നു. ഞാൻ എണ്ണിക്കൊണ്ടിരുന്നു. വമഅഹുൽ മസാഹി വൽ മകാത്തിൽ വശുമൂഅ വൽ അലാ വആലാത്തുൽ ഹദ്മി വൽ ഹഫരി, പൊളിക്കാനും കുഴിക്കാനും ഒക്കെയുള്ള പിക്കാസും കൂടവും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവര് പള്ളിയിലേക്ക് കടന്നു. വഖസദുൽ ഹുജ്റത ശരീഫ, ബാബുസലാം എന്ന സലാം പറയാൻ വേണ്ടി ആളുകൾ കടക്കുന്ന കവാടം തുറന്നു കൊടുത്തപ്പോ 40 എണ്ണവും കൂടെ ആയുധങ്ങളുമായി ഇരച്ചു കയറി. അവരോടാൻ പോകുന്നത് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഫവല്ലാഹി മാ വസലുൽ മിംബറ ഹത്താ ബതലഅതുഹുൽ അർളു ജമീഅഹും ബിജമീഇ മാ കാന മഅഹും മിനൽ ആലാത്ത്. റസൂലുള്ളാഹിന്റെ മിംബറിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴേക്ക് 40 എണ്ണത്തിനെയും അവരുടെ ആയുധങ്ങളെയും അടക്കം അങ്ങ് ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. രാവിലെ രാജാവ് വിളിച്ചിട്ട് ചോദിക്കുന്നു, യാ സവാബ്, പള്ളിയിലെ വേലക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അലം യഅതികൽ ഖൗമു, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ ആളുകൾ അവിടെ വന്നില്ലേ? ഉടനെ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ബലാ വലാകിൻ ഇത്തഫഖ ലഹും മാ ഹുവ കൈത വ കൈത. നിങ്ങൾ എന്താ വിചാരിച്ചത്? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സ്വാഹിബൈനിയുടെ ശരീരം എടുക്കാനല്ലേ അവര് വന്നത്? പക്ഷേ അല്ലാഹു തആല അവരെ കൈകാര്യം ചെയ്ത് കളഞ്ഞു.
അപ്പൊ ഭൂമിക്കറിയാം കിടക്കുന്നതാരാണ്. വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഒരു ഭരണാധികാരിയുടെയും കാവലില്ലെങ്കിലും, ഒരു ഗവർണറുടെയും സംരക്ഷണമില്ലെങ്കിലും, ഒരു പ്രൈം മിനിസ്റ്ററുടെയും നോട്ടമില്ലെങ്കിലും, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബിനെയും സാഹിബൈനെയും വേണ്ടതുപോലെ സൂക്ഷിച്ച് പുതിയാപ്പളമാരെ പോലെ മദീനയിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്ന് ചില ആളുകൾ പച്ചക്കുബ്ബ പൊളിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അവരുടെ ഗതി എന്താണെന്ന് കണ്ടറിയേണ്ടതാണ്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ആ വിഷയം മാത്രം നമുക്ക് സ്വതന്ത്രമായി ചർച്ച ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വാഹിബൈനെയും ഔലിയാക്കളെയുമെല്ലാം കൈകാര്യം ചെയ്യാനിറങ്ങിയ ഭൗതികവാദികൾ മുഴുവനും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും അറിയാം ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നീട്ടിക്കൊണ്ടു പോകാനുള്ള സമയം അനുവദിക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിക്കുമ്പോഴല്ലേ നമ്മുടെ ഈമാനാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, മുൻഗാമികൾ മുഴുവനും വിജയിച്ചത് റസൂലുള്ളാഹിനെ പ്രേമിച്ചിട്ടാണ് മോളെ. പ്രേമമെന്ന വികാരം ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം കൊടുക്കാനുള്ള നേതാവ് മദീനയിലാണ്. എൻ്റെ കാമുകി മദീനയിലാണ്, കാമുകൻ മദീനയിലാണ്. ഞാൻ എൻ്റെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹങ്ങളെല്ലാം നാളെ അസ്തമിച്ചു പോകും. പക്ഷേ നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അവിടെ വരാൻ ഒരു കാമുകനേ ഉള്ളൂ. അതാരാണ്? ഹബീബി വമലാദി വമശ്റബി വകഅസി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാൾ നമ്മുടെ ഖബറിൽ വരില്ല കേട്ടോ. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ ജീവനേക്കാൾ പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ സ്വഹാബികൾ മുഴുവനും തെളിയിച്ചു തന്ന സ്നേഹമാണ്. ഇമാമുകൾ മുഴുവനും കാണിച്ചു തന്ന സ്നേഹമാണ്. അഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചു തന്ന പ്രേമമാണ്. ഖുസ്റവി अच्छी लगी ना पैरवी अच्छी लगी हम फकीरों को मदीने की गली अच्छी लगी हो के जो दो करम है शहेबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിച്ചിട്ട് അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് നീങ്ങിയാൽ അവിടെയാണ് ലോകത്തിൻ്റെ മുഴുവനും പുഷ്കലമായ സ്വീകാര്യതയുടെ വലിമഹനീയമായ കൈത്തണ്ടകളിലേക്ക് സ്വീകരിക്കാനുള്ള കാണിക്കകൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും, വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഉസ്താദിനെക്കാളും എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ പ്രേമിക്കണം മോനെ. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. സയ്യിദുനാ തൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, മുർനി ബിമാ ശിഅത യാ റസൂലല്ലാഹ്, ഇഷ്ടമുള്ളത് പറയൂ നബിയെ, ഞാൻ ചെയ്തോളാം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫഖ്തുൽ അബാക,
പോയി വാപ്പാനെ കൊന്നിട്ട് വാടാ, പോയി വാപ്പാനെ ഇങ്ങ് കൊന്നിട്ട് വാ മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉടനെ സ്വഹാബിക്കൊരു മടിയുമില്ല, ഊരിപ്പിടിച്ച വാളും കൊണ്ട് നേരെ അങ്ങിറങ്ങി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തേ മാ ബുഇസ്തു ബിഖതീയതി റഹിമിൻ, ഞാൻ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി വന്നയാളല്ല, മക്കളെ കൊണ്ട് വാപ്പാനെ കൊല്ലിക്കാൻ വന്നയാളല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളത് പറഞ്ഞോ ചെയ്തോളാമെന്ന്, അത് ശരിയാണോ എന്ന് അറിയാനാണ് തൽഹത്തെ. അതുകൊണ്ട് കൊല്ലേണ്ടതില്ല, മടങ്ങി വന്നോ. ഇങ്ങനെയാണ് സ്വഹാബാക്കൾ അവരുടെ പ്രേമം നിലനിർത്തിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഈ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പോയ സമയത്ത് തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. അൽ-ഇസാബ ഫീ തംമീദി സ്വഹാബയിലുണ്ട്. റവൈതു മിനൽ മഹബൂബി മാ ഖദ് റഅയ്തുഹു വഅർദഅതു അബ്നാഇ വആല അഹ്മദി. ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമുകളുടെ കിതാബിൽ കണ്ടതു മാത്രമേ ഉള്ളൂ. എൻ്റെ വകയോ കേട്ട വകയോ ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംശയിക്കാനില്ല. ഏതു കിതാബിൽ എവിടെയുണ്ടെന്ന് ഇമാമുകൾ എഴുതിയിട്ടുള്ളതല്ലാത്ത ഒരു സംഭവങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അത്യുക്തി കാണുകയോ പ്രമാണമില്ലെന്ന് തെറ്റിദ്ധരിക്കുകയോ വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ രോഗശയ്യയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്തഫ ജാന റഹ്മത്ത് ബി ലാഖോ സലാം, കാരുണ്യത്തിന്റെ നേതാവല്ലേ, അനുയായി ഉറങ്ങുമ്പോൾ വിളിക്കുന്നില്ല, രോഗിയാണെങ്കിൽ കിടന്നോട്ടെ. കാരണം എന്താ? ലുത്ഫൂൻ കാ ആമുഹോ ഹി ജായേഗ, ഷാദ് ഹർന കാമുഹോ ഹി ജായേഗ. വിട്ടുവീഴ്ചയല്ലേ റസൂലുള്ളാന്റെ പ്രതീകം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു വിളിക്കണ്ട. അത് കഴിഞ്ഞിട്ട് തൽഹത്തിന്റെ മുഖത്തേക്കൊന്നു നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് തൽഹത്തിന്റെ അവസാനത്തെ രാത്രിയാണ്. ഇനി തൽഹത്തിന് ജീവിതമില്ലല്ലോ. അതുകൊണ്ട് ഇതാ അഫാഖ, തൽഹത്ത് ഉണർന്നാൽ ആരെങ്കിലും ഒരാളെ അങ്ങ് പള്ളിയിലേക്ക് വിടണേ, ഞാൻ വന്ന് തൽഹത്തിനെ കണ്ടോളാം. പാതിരാത്രിയായി. തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉണർന്നു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, എന്തുറക്കമാണ്, നിങ്ങളെ കാണാൻ റസൂലുള്ള വന്നല്ലോ. അപ്പൊ ചോദ്യം, അസാറനീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണാൻ വന്നോ? നഅം ബറാഅേ, തൽഹത്തെ കാണാൻ റസൂലുള്ള വന്നിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് ലാസ്റ്റ് നൈറ്റ് ആണെന്ന്, ഒരു പക്ഷേ ഇത് ലോകത്തെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. തൽഹത്തെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉണർന്നാൽ ഒരാളെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് അയക്കണമെന്ന്. അതുകൊണ്ട് ആളെ അയക്കട്ടെ തൽഹത്തെ. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, ഈ പാതിരാത്രി സമയത്ത് റസൂലുള്ളാനെ വിളിക്കാൻ ആളെ വിടണ്ട. എന്താ തൽഹത്തെ ഈ രാത്രി സമയത്ത് വിടണ്ടാന്ന് പറയുന്നത്? അപ്പൊ പറയുകയാണ്, ഇന്നി അഖാഫു അലൈഹിൽ യഹൂദ്. നബിതങ്ങളെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാരെന്തെങ്കിലും ഈ ഇരുട്ടിന്റെ മറവിൽ റസൂലുള്ളാനെ ബുദ്ധിമുട്ടാക്കിയാലോ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം,
നേരത്തെ ഞാൻ എണ്ണിയപ്പോൾ കുറേ വിഷയങ്ങൾ വിട്ടുപോയി. ജന്തുക്കളോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയുമോ, മൃഗങ്ങളോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയുമോ, പറവകളോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയുമോ, ഇഴജന്തുക്കളോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയുമോ. ഈ എല്ലാം ഹദീസ് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. അറിയില്ലേ, നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഇരുന്ന പരിശുദ്ധമായ ഗുഹയുണ്ടല്ലോ, നബിതങ്ങൾ ഇബാദത്തിലിരുന്ന ഹിറാ ഗുഹയുണ്ടല്ലോ, അവിടെ 70ഓളം അമ്പിയാക്കന്മാരിരുന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതെൻ്റെ പുണ്യ റസൂൽ എന്ന പ്രസംഗത്തിൽ അതിൻ്റെ വിശദാംശമുണ്ട്, ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതുപോലെ മദീനയിലേക്ക് പോകുമ്പോൾ നബിതങ്ങൾ ഇരുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹ വിളിക്കുകയാണ് ഇലയ്യ യാ മുഹമ്മദു, ഇലയ്യ യാ മുഹമ്മദു, ഇലയ്യ യാ മുഹമ്മദു. ഓ തങ്ങളെ ഇങ്ങോട്ട് വാ തങ്ങളെ, ഇന്നി ആവൈതു സബഈന നബിയാ. മുമ്പ് 70 നബിമാര് വന്നിരുന്ന ഗുഹയാണ്. തങ്ങളെ വന്നിവിടെ കയറിയിരിക്കൂ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്ന് ഇബ്നു ബത്തൂത്ത റിഹ്ലയിലടക്കം എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറിയിരുന്നതല്ല. ചരിത്രം വ്യക്തമായി വായിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാകണം. എല്ലാം അല്ലാഹുവിനറിയാം. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു. റസൂലുള്ളാഹിനെ എവിടെ ജനിപ്പിക്കണമെന്ന് അല്ലാഹുവിനറിയാം. അത് കൃത്യമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഹാദൽ ബലദിൽ അമീൻ, അൽ അമീന്റെ നാടായ മക്ക. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലം, റസൂലുള്ളാഹിന്റെ ഉമ്മ, റസൂലുള്ളാഹിന്റെ വാപ്പ, റസൂലുള്ളാഹിന്റെ മൂത്താപ്പ, ഇതെല്ലാം അല്ലാഹു കൃത്യമായി തെരഞ്ഞെടുത്തവനാണ്. അല്ലാഹു തആല കൃത്യമായി തെരഞ്ഞെടുത്തു വെച്ചതാണ്. ഒരൊറ്റ കടുകിട വ്യത്യാസമില്ല. അല്ലാതെ മക്കത്ത് ആമിനാക്കും അബ്ദുള്ളാക്കും ജനിച്ചൊരു കുട്ടി ഇങ്ങനെ ഓടി നടന്ന് സുന്ദരനാണെന്ന് കണ്ടപ്പോ പിടിച്ച് നുബുവത്തങ്ങ് കൊടുത്തതല്ല. തീരുമാനിച്ച് പാകപ്പെടുത്തിയിട്ട് കൃത്യമായി കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ നിർണയിച്ചയച്ച നബി എന്നത് ഒരു ദിവസം പറയേണ്ട വിഷയമാണ്. കാരണം നബി തങ്ങളുടെ വാപ്പ നേരത്തെ വഫാത്തായത് എന്തിന്, ഉമ്മ 6-ാം വയസ്സിൽ വഫാത്തായത് എന്തിന്, അബ്ദുൽ മുത്തലിബ് നേരത്തെ വഫാത്തായത് എന്തിന്, നബി തങ്ങൾക്ക് അക്ഷരാഭ്യാസം ഔദ്യോഗികമായി ഇല്ലാതിരുന്നത് എന്തിന്, ഇതെല്ലാം ഓരോന്നും വ്യക്തമായി വിശദീകരിക്കേണ്ടതാണ്. അതെല്ലാം മഹാന്മാര് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സദസ്സ് ഒരു വിഷയത്തെ മാത്രമുള്ള പരമ്പരയല്ല. റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് ഇവിടെ പറയണം റസൂലുള്ളാഹിനെ. അതുമാത്രം ഒരു പരമ്പരയായി ഏറ്റെടുത്ത് ഹബീബിനെ പ്രണയിക്കുന്ന അനുരാഗത്തിന്റെ തേന്മഴ പെയ്യുന്ന സദസ്സായി ഇത് മാറണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അസയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക ولا ألوي على أحد. അതാ തൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളെ വിടണ്ട. രാത്രി സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചാൽ ഒരു പക്ഷേ ഹബീബിനെ ഏതെങ്കിലും എതിരാളികളോ ഇഴജന്തുക്കളോ മറ്റെന്തെങ്കിലും മുസീബത്ത് വന്നുപോയാൽ എനിക്ക് സഹിക്കാനാവില്ലല്ലോ. രാവിലെയായി. തൽഹത്ത് വഫാത്തായ വിഷയം നബി തങ്ങൾ അറിഞ്ഞു. ഉടനെ സ്വഹാബത്തിനെ വിളിച്ചു, എന്തേ എന്നോട് പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ തൽഹത്ത് സമ്മതിച്ചില്ല നബിയേ. ഈ രാത്രി സമയത്ത് തങ്ങൾ ഇറങ്ങി വന്നാൽ തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട്
വിളിക്കണ്ടെന്ന് പറഞ്ഞതാണ് നബിയേ. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈകൾ ഉയർന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ പടച്ചവനേ, എൻ്റെ തൽഹത്തിനെ നീ സ്വീകരിക്കണേ, എൻ്റെ തൽഹത്തിനെ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹത്ത് ബിൻ ബറാഇന് വേണ്ടി ദുആ ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, ഈ ജീവിതം എവിടെ വെച്ച് അവസാനിക്കും? ഇത് സ്വർഗം പണിയാനുള്ള ജീവിതമാണ്, ഇത് സ്വർണം കൂട്ടാനുള്ള ജീവിതമല്ല. ഈ വേദിയിൽ ഞാൻ വഅദ് പറഞ്ഞു തീരുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരർത്ഥത്തിൽ ഒരു മണ്ടനാണ്. കാരണം എത്രയോ മാസത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രസംഗിക്കാമെന്ന് ഡേറ്റ് കൊടുത്തുപോയി. എനിക്ക് ആയുസ്സുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ എവിടെയാണ് ജീവിതം അവസാനിക്കുക എന്നറിയില്ല. ഇവിടെ ഇപ്പോഴവസാനിച്ചാലും പരാതി പറയാൻ അവകാശമില്ല. പക്ഷേ ഒരാശയുണ്ട്, ഹബീബായ റസൂലുള്ളാഹിനെ കണ്ട് ബാധ്യതകളൊന്നുമില്ലാതെ ഹബീബിൻ്റെ കാലിൽ കെട്ടിപ്പുണർന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പോഴും പരാതിയില്ല. കാരണം ഈ ജീവിതം അതിനു വേണ്ടിയല്ലാതെ വേറൊന്നിനുമല്ല. മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മടങ്ങി മലക്കുൽ മൗത്ത് പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഖൽബിൽ റസൂലുള്ളാഹിനെ ഒന്ന് പ്രേമിക്കുമോളെ. ആ കാമുകന്റെ പേര് ചൊല്ലുമോളെ സ്വലാത്തായി. എന്നിട്ട് ഇരവിലും പകലിലും കനവിലും നിനവിലും റസൂലുള്ളാഹിനെ കാണാനുള്ള ആശയോടെ മോഹത്തോടെ ജീവിക്കുമോളെ. റസൂലുള്ള ഔദാര്യത്തിൻ്റെ നേതാവാണ്. അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാ സദസ്സുകളിലും ഈ വിഷയം പറയുന്നയാളെന്ന നിലയ്ക്ക് ഒരുപാട് ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരങ്ങള് റസൂലുള്ളാഹിനെ കണ്ടവര് വിളിച്ച് സന്തോഷം പറയാറുണ്ട്. അതുകൊണ്ട് മോളെ, ഉമ്മ, സഹോദരാ, പിതാവേ, കാണില്ലെന്ന് വിഷമം വേണ്ട. അബ്ഹാമിനൽ ഖമരിത്താം യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിനെ കണ്ടാൽ ഒരു സിനിമയും വേണ്ട. എന്തോ ഒരു സൗന്ദര്യമാണ്. അജ്മല മിൻകലം തറഖത്തു ഐനി. ഹബീബായ നബിയുടെ സൗന്ദര്യം പറയാൻ എനിക്ക് കഴിയില്ല. റസൂലുള്ളാഹിന്റെ പ്രേമം പറയാൻ എനിക്കറിയില്ല. റസൂലുള്ള കൽബിലേക്ക് അവതരിച്ചാൽ എൻ്റെ കൽബ് പൊട്ടിപ്പോകുമല്ലോ, താങ്ങാനാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ ജീവിതം അടിച്ചു തൊലയ്ക്കാനുള്ളതല്ല മോനെ. രുചിച്ചിട്ട് ആഖിറത്തിലേക്ക് റസൂലുള്ളാഹിനെ പ്രേമിച്ച് ചെല്ലാനുള്ളതാണ്. നീ കണ്ട സിനിമയും സിനിമാ നടനും നാളെ റബ്ബിന്റെ കോടതിയിൽ എതിരായി വരും മോനെ. അതേ സമയത്ത് ഞാൻ ഈ പറയുന്ന നേതാവ് ഫാത്തിഹുൽ ജന്നതി വ സാഹിബുൽ ലിവാ പരലോകത്ത് ചെന്ന് ജനങ്ങളെല്ലാം ഓടിപ്പരക്കുമ്പോ ഹബീബായ നബിയേ, ഒരു അമലുമില്ല നബിയേ.